2, 3, 4. ഹലോ സാർ, എന്താ വേണ്ടേ? എന്തായി ചെയ്യുന്നത്? ഇതൊരു കമ്പനിയാണോ? നിന്റെ അച്ഛന് വാക്ക് കൊടുത്തു പറഞ്ഞിട്ട് എന്തിനാണ് മലയാളിയെ തന്നെ തേടിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഫോറിൻ ലേഡി കണ്ടുപിടിച്ച് കെട്ടിക്കൂടെ? അത് നടക്കുന്ന ലക്ഷണമില്ല. എന്താ കാരണം? കിട്ടില്ല. ഇവിടെയൊക്കെ 10 വയസ്സിൽ തന്നെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. അതിനും താഴെ ഇറങ്ങി ചിന്തിച്ചാ അപ്പൊ ഫോറിൻ കൊളവാണെന്നാണോ പറയുന്നേ? അങ്ങനെയല്ലട ജപ്പാനെ. സാധനം സെന്റ് ആണെങ്കിൽ ഫോറിൻ പ്രൊഡക്റ്റ് ഓക്കെയാ. പക്ഷെ ഭാര്യയാണെങ്കിൽ അത് മെയ്ഡ് ഇൻ കേരള തന്നെ വേണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കെട്ടിയോൻ വെള്ളം അടിച്ചിട്ട് വന്ന് വാതിൽ മുട്ടുമ്പോ കെട്ടിയോള് തുറന്നാ അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്. കെട്ടിയോള് കുടിച്ചിട്ട് ഒന്ന് വാതിൽ തട്ടി കെട്ടിയോൻ തുറക്കുകയാണെങ്കിൽ അത് വിദേശി പെണ്ണുങ്ങൾ. അതുകൊണ്ട് ഈ വഴി തന്നെയാ നല്ലത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരും മറുപടി പറഞ്ഞത്. ഡെലിവറി ചെയ്തില്ല. അവിടെ ആരുടെ കിടന്ന് കുരയ്ക്കുന്നത്? കസ്റ്റമേഴ്സിനോട് ആര് മറുപടി പറയും? കസ്റ്റമറാ നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. നിന്റെ ഓർഡർ എവിടെ? കോൾ വിശ്വ. വിശ്വ എവിടെ? എവിടെ വിശ്വ? വിശ്വ എവിടെ? വിശ്വ ലോക എവിടെ? എന്താ ബ്രോ, എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അത്രയും ഫോൺ ചെയ്തിട്ട് എന്തുകൊണ്ടാ ഡെലിവറി ചെയ്യാഞ്ഞേ? ഇത് കമ്പനിയാണോ അതോ എന്താ? ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരെയും പുറത്തേക്ക് അയച്ചിട്ട് കമ്പനി മൂടേണ്ടി വരും. എനിക്ക് അറിയാമല്ലോ, എനിക്ക് ഡിസിപ്ലിൻ ആണ് മുഖ്യം. എന്താ നോക്കുന്നേ? നിന്നെയാടാ നോക്കുന്നേ. പോ നോക്കിയത് മതി. ഇന്നെങ്കിലും സമയത്തിന് ഡെലിവറി പോ. ചെല്ലേ. വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാനും പോയി ചെക്ക് ചെയ്യാം. നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നിനക്കുണ്ട് കേട്ടാ. 2, 4, 6, 8. Is that good for the day? That's good for the day, mate. Okay, bye. See you. Hey, look there! It's Malayali Pie! Hi! That was awesome! Thank you. ഇവളും മറക്കുന്നു ജോലി. നാട്ടിൽ എവിടെ നോക്കിയാലും നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ, മറക്കാൻ കഴിയുന്നില്ല. രാവിലെയാണ് യൂട്യൂബിൽ കണ്ടത്. ഈ യൂട്യൂബും നമ്മുടെ നാട്ടിലെ കിളവികളും ഒരുപോലെ. ഒരു വിഷയം കിട്ടിയാൽ മതി, മുഴുവനും പാട്ടാക്കും. വിട്ടേച്ച് വാടാ. What's wrong with these people, mate? The whole of Sydney loves them. How can we eliminate them now? ഹായ് വിശ്വ, നമ്മള് ഡാൻസ് കോമ്പറ്റീഷനിൽ സെലക്ട് ആയി. ഇതെന്താടാ ഇങ്ങനെ പോകുന്നത്? വിശ്വ, ഒരു മഞ്ഞു തുള്ളി വന്ന് എന്റെ നെഞ്ചിൽ മെല്ലെ വീണലിഞ്ഞു പോയില്ലേ. അന്തിയാമം വന്നു പോയി നിന്നെ കണ്ട നേരം എൻ മനസ്സ് കുളിരുന്നേ. വെട്ടുവലായി പാറിയോ എൻ പെണ്ണേ നിന്നരികിൽ. വിശ്വ ട്രാഫിക്, വണ്ടി എടുക്ക്. സോറി. എല്ലാവരോടും സംസാരിച്ച് കൺവിൻസ് ചെയ്താണ് നിങ്ങളെ ഈ കോമ്പറ്റീഷനിൽ ചേർത്തത്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം നിങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്. ഇവന്റിന് 1 മാസമേ ഉള്ളൂ. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഡാൻസേഴ്സിന്റെ ലിസ്റ്റ് എനിക്ക് അയക്കണം. Hey, mate, you okay? I'm good. I'm just blazing it. Okay, cool. ഹായ്, ഇന്ത്യൻ സ്പൈസസ് എവിടെയുള്ളത്? Madam, the Indian spices are on the other rack. Thanks. Sorry. It's okay. ഹലോ, സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്തില്ലേ?
എവിടാണോ അഡ്രസ് ഒന്ന് നോക്കിട്ട് വന്നേ. ഓക്കേ. ഹലോ സാർ. എന്തിനാ എന്റെ മോളുടെ പുറകെ വരുന്നത്? സോറി, സോ സോറി. ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ച്. ഐ റിയലി അപ്പോളജൈസ്. തെറ്റിദ്ധരിക്കരുത്. സോറി. നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് മിനറൽ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനാ വരാൻ പറഞ്ഞത് മോളെ. ഇവരോട് ഇങ്ങനെ ഇതെന്റെ മോളാ മീര. ഹായ്. ഹായ്. അമ്മയില്ലാത്ത കുട്ടിയാ, കുറച്ച് സ്നേഹം കൂടുതലാ. അതുകൊണ്ടാ അവളെ ആരോ ഫോളോ ചെയ്ത് ശല്യം ചെയ്യുന്നു അറിഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായത്. ഐ എം സോറി. അപ്പൊ അമ്മയുള്ള കുട്ടിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇത് ഞങ്ങളുടെ കുക്കാ, എടുത്തോളൂ. ഓക്കെ. നന്നായിട്ട് പാചകം ചെയ്യും. ഇവിടുന്ന് പിടിച്ചതാ. ഓരോ ഐറ്റമായി പരീക്ഷിച്ച് നോക്കുക. പ്ലീസ് കുടിക്കൂ. ഐ ആം തുടക്കറി മാർത്താണ്ഡം, സൺ ഓഫ് വടക്കറി മാർത്താണ്ഡം. ഞാൻ പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വയൽ വെള്ളം ഊറും. എന്തിനാ തന്നെ കാർക്കിച്ച് തുപ്പാനാ? സർ, സാറിന് എത്ര ബോട്ടിലാണ് ആദ്യം വേണ്ടത്? ആദ്യം ഒരു 100 ബോട്ടിൽ സപ്ലൈ ചെയ്യൂ. അത് കഴിഞ്ഞ് ഡിമാൻഡ് അനുസരിച്ച് പിന്നീട് ഞാൻ പറയാം. ഓപ്പണിങ്ങിന് 2 ദിവസമേ ഉള്ളൂ. കഴിക്കൂ. ആ, വാട്ടറിന് ഗംഗ എന്നുള്ള പേരിടാൻ എൻ്റെ അമ്മയുടെ പേരാണ് സർ. ഓ നൈസ്. നാട്ടിൽ വെള്ളത്തിന് വേണ്ടി എല്ലാവരും തമ്മിത്തല്ല, പക്ഷെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ വെള്ളം എത്തിച്ചിരിക്കുക. ശരി സർ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇരിക്കൂ ഇരിക്കൂ. ചുമ്മാ പോയാൽ എങ്ങനെയാ? ഓ കാശോ? കാശല്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഓ, ബ്ലാക്ക് കോഫി സൂപ്പറായിരുന്നു സർ. സർ, സത്യ പറഞ്ഞത് ബ്ലാക്ക് കോഫി നന്നായിരുന്നു സർ. എന്തു പറ്റി? അത് കോഫിയല്ല, രസവാ. ഇത്രയും കാലം എന്റെ സ്വപ്നത്തിൽ വന്ന് കോൾ ഷീറ്റ് തന്നതിന് വളരെ നന്ദി. എടാ എന്തിനാടാ കീറുന്നത്? എനിക്ക് ഫിക്സ് ആയി. ഫിക്സ് ആയെന്നോ? ഒരു പെണ്ണ് അവളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ എന്നെ രക്ഷിക്കാൻ പുറപ്പെട്ടാൽ അതിന്റെ പേര് പ്രേമോന്നല്ലേ? അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ലല്ലോ. നീനൊക്കെ എങ്ങനെ തോന്നാനാ? നീ അവളുടെ അച്ഛന്റെ കൂടെ സംസാരിക്കുമ്പോ ആ ഗ്യാപ്പിലെ ആ മൈന എന്നെ തന്നെ നോക്കി നിന്നു. ചുമ്മാ എന്നെ കൺഫ്യൂസ് ആക്കാതെ ബ്രോ. കണ്ടാൽ ഉടനെ പ്രേമിക്കുകയാണോ? അവൾ നിന്നോട് ഒന്ന് പറഞ്ഞോ പ്രേമാണെന്നുവല്ലോ? അവൾ ഉടനെ പറഞ്ഞോളും. ഐ എം വെയിറ്റിംഗ്. എക്സ്ക്യൂസ് മീ അങ്കിൾസ്, ഞാൻ എൻ്റെ ലൈനിനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? എന്താ നിന്റെ ലൈനോ? ആ, മീര നിന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഈ റോസാപ്പൂ കൊടുത്തിട്ട് വേണം എനിക്ക് ഉടനെ പ്രപ്പോസ് ചെയ്യാൻ. നിങ്ങൾ ഈ പൂവൊക്കെ കൊണ്ട് എങ്ങോട്ടാ? വല്ല ശവമടക്കം ഉണ്ടോ ഇവിടെ? അതെ, ഞങ്ങൾ മീരെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ പോകും. അങ്കിൾസ്, നിങ്ങൾക്കൊന്നും മനസാക്ഷിയേ ഇല്ലേ? നിങ്ങളൊക്കെ ബസ്സിൽ കയറിയ വൃദ്ധന്മാരെന്ന് എഴുതി വെച്ചിരിക്കുന്ന സീറ്റിൽ ഇരിക്കേണ്ടവരല്ലേ? ഈ പ്രായത്തിൽ ലവോ? ഇറ്റ്സ് ടു ബാഡ്. എന്ത്? ഈ ഏരിയയിലേക്ക് ഒരു മലയാളി പെണ്ണ് വന്നില്ലല്ലോ? പ്രേമിച്ച് കല്യാണം കഴിക്കാനും പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രപ്പോസൽ. എടാ, പ്ലേ ഗ്രൗണ്ട് തലയാ. വർഷങ്ങളായി കാത്തിരുന്നാണോ ഈ മുടിയൊക്കെ പോയത്? ഈ പറയുന്ന നീ ഇവിടുത്തുകാരനൊന്നും അല്ലല്ലോ. ഞങ്ങളെ റിജക്ട് ചെയ്താലേ നിനക്ക് അകത്ത് പോകാൻ കഴിയൂ. ആ പോയി ലൈൻ നിൽക്കാൻ നോക്ക്. ഞങ്ങളെ പോയിട്ട് പോയാൽ മതി. എന്താ ബ്രോ ഇത്? ഒരു ടഫ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയാണോ? എന്ത് സ്റ്റെപ്പാണ് ബ്രോ? ഡാൻസ് എന്നുള്ള പേരില് വീടൊക്കെ ചവിട്ടി തുടച്ച് വൃത്തിയാക്കുന്നതല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ലவ்വിൽ ഞാൻ സ്റ്റെപ്പായി ഡെവലപ്പ് ചെയ്യാനുള്ള വഴി പറഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്ക്. അത് പിന്നെ ബ്രോ, പെണ്ണുങ്ങളുടെ പുറകെ നമ്മൾ നടക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ നമ്മളെയാണ് തേടി വരേണ്ടത്. പെണ്ണുങ്ങൾ പുറകെ വരാൻ എളുപ്പ വഴി അവരുടെ ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയാ പോരെ? ഇത് നോക്ക് ബ്രോ, അവൾക്ക് നിന്നെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിന്റെ പുറകെ വരും. എക്സ്ക്യൂസ് മീ. ഹായ്. ഫാക്ടറി ആണെന്ന് പറഞ്ഞിട്ട് ഡാൻസ് സ്റ്റുഡിയോ പോലെ ഉണ്ടല്ലോ ഇത്. ഫാക്ടറി ഞങ്ങളുടെ പ്രൊഫഷനാ, ഡാൻസ് ഒരു പാഷൻ. ഓ നൈസ്.
അപ്പൊ നിങ്ങൾ ഷോ എല്ലാം ചെയ്യാറുണ്ടോ? അതെ, ഞങ്ങളിവിടെ ഫേമസ് ആണല്ലോ. മലയാളം ഡാൻസ് ടീം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇതുവരെ കേട്ടതില്ലല്ലോ. എന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഇത്രയും ദൂരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല, ഇദ്ദേഹത്തെ കാണാൻ വന്നതാ. മതി മതി, ഇപ്പൊ കണക്ക് ശരിയായില്ലേ? എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ, എന്താ കാര്യം? നാളെയാണ് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നത്. ഡാഡി എല്ലാ സപ്ലയേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞയച്ചതാണ്. വരണേ, മറക്കരുത്, കഴിക്കാതെ വരണോട്ടോ. എന്തിനാ? നാളെ അവിടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന പരിപാടി ഉണ്ടോ? അയ്യോ അതല്ല, അവിടെ വന്ന് കഴിക്കാന്നാ പറഞ്ഞേ. ഓ അതാണോ? മറക്കല്ലേ, ആ sure, പ്രതീക്ഷിക്കാം. sure, sure. നിങ്ങളും വരണേ. ബ്രോ, അവള് നിന്നെ കാണാൻ വന്നതല്ല, നിന്നെ ഇൻവൈറ്റ് ചെയ്യാനെന്ന ഭാവത്തില് എന്നെ കാണാൻ വന്നതാ. ആ അതെ, അവര് നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് നീ തന്നെ പോയി കണ്ടോളൂ. നോക്കി വേണം. രസമാണ്, കാപ്പിയാണെന്നും പറഞ്ഞ് തന്നത്. എന്തായാലും എന്താണ് ബ്രോ, പ്രേമത്തിന് വേണ്ടി ചുടുകെട്ട് വരെ തിന്നാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുക. അത് നീ തന്നെ അങ്ങ് തിന്നു, ഞാൻ തിന്നേണ്ട കാര്യമില്ലല്ലോ. നീ എന്തിന്നണം? എന്താന്ന് വെച്ചാ നീ എന്റെ ബ്രോ.